ചില റെസിപ്പീസ് ഉണ്ടല്ലോ, നമ്മൾ വിചാരിച്ചതിനേക്കാളും സൂപ്പറാവും. എന്ത് സന്തോഷമായിരിക്കുന്നു അപ്പോൾ. ബ്ലൂബെറി കേക്ക്. പേര് മാത്രമുള്ള കേട്ടോ ബ്ലൂബെറിന്ന്. സംഭവം നല്ല എ ക്ലാസ് പേർപ്പിൾ കളർ. എനിക്ക് സത്യം മനസ്സിലായത് എൻ്റെ രണ്ടാമത്തെ മോൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേക്ക് റെയിൻബോ തീം കേക്ക് ഉണ്ടാക്കിയപ്പോഴാണ്. ബ്ലൂ കളർ കൊടുക്കാൻ വേണ്ടി ഓടിപ്പോയി ബ്ലൂബെറി വാങ്ങിക്കൊണ്ടുവന്നു. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് പണി കിട്ടിയെന്ന്. പേരിൽ മാത്രം ബ്ലൂ ഉള്ളൂ, ഒറിജിനൽ കളറ് പേർപ്പിളാണെന്ന്. അപ്പോൾ നമ്മുടെ ബ്ലൂബെറി കേക്ക് ഉണ്ടാക്കാം. ഗോതമ്പ് പൊടി എടുത്ത് അതിലേക്ക് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് ഒക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. മൈദയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ മൈദ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. പഞ്ചസാര, മുട്ട, വാനില എസൻസ്, സൺഫ്ലവർ ഓയിൽ, വിനെഗർ എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കുക. അതിനെ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ച് കുറച്ച് ചെറിയ ചൂടിലുള്ള പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ബ്ലൂബെറി ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതത്ര നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട ചെയ്താൽ മതി. പിന്നെ അതിനെ ബേക്ക് ചെയ്തെടുക്കുക. ഓവനുള്ളവർക്ക് ഓവനിൽ ചെയ്യാം, എനിക്കില്ല. സോ ഞാൻ സ്റ്റൗവിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 20 മിനിറ്റ്സ് കൊണ്ട് ബേക്കായി കിട്ടി. പിന്നെ ചൂടാറിയപ്പോൾ കേക്കിനെ ഒന്ന് ലെയേഴ്സാക്കിയെടുത്ത് അതിലേക്ക് ആദ്യം നമ്മൾ വെള്ളവും പഞ്ചസാരയൊക്കെ ചേർത്ത് കുക്ക് ചെയ്ത് വെച്ചിരുന്ന ബ്ലൂബെറി ഇല്ലേ, അതിനെ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് സ്ട്രോബെറി പീസസ് വെച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുത്തു. വേണമെങ്കിൽ ആ കുക്ക് ചെയ്ത ബ്ലൂബെറീസിനെ ഡയറക്റ്റ് ലെയേഴ്സിൽ സ്പ്രെഡ് ചെയ്യാതെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടും സ്പ്രെഡ് ചെയ്യാം. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ഈ ലുക്കും സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റ്സും എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്.